തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. 1 കൊരിന്ത്യർ 16:9 വിശുദ്ധ പൗലോസ് പറയുന്നു, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. നമുക്കൊരു പുതിയ വാതിൽ തുറക്കുമ്പോൾ എതിരാളികൾ കൂടും. എന്നാൽ ഓർത്തോണം, അതിലൊരു നന്മയുണ്ട്. വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിൽ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ പ്രതികൂലമായി വന്നിട്ടുണ്ടോ അതിലൂടെ ഒരു നന്മ വ്യക്തിപരമായി എനിക്ക് മാത്രമല്ല അനേകർക്ക് അതിലൂടെ നന്മ ലഭിക്കുവാൻ സാധിക്കുന്നത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോൾ സൈസ് വി ഷുഡ് നെവർ ലെറ്റ് ദ റെയിൻസ് ഓഫ് അഡ്വേഴ്സിറ്റി ഫൂൾ us. പ്രതികൂലങ്ങൾ നമ്മളെ വിഡ്ഢികളാക്കരുത്. someone walked away, disappointment, a contract fell through, sickness, but the rain is necessary. Your best days are still in front of you. പ്രതികൂലങ്ങൾ പല തരത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കാം. ഡിസപ്പോയിൻമെൻറ്റ് വരും, നമ്മുടെ ഏതെങ്കിലും ബിസിനസ് കോൺട്രാക്റ്റ് പോയെന്നിരിക്കും, രോഗം വന്നെന്നിരിക്കും, വീട്ടിലുള്ളവർക്ക് രോഗം വന്നിരിക്കും, പ്രതികൂലങ്ങൾ സംഭവിച്ചെന്നിരിക്കും. ഇതിലൊക്കെ പതറാതെ മുന്നോട്ട് നോക്കുവാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം മാറി നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊരു ദിവസമുണ്ട്, നന്മ നിങ്ങളുടെ മുമ്പിലുണ്ട്. സ്റ്റിൽ ഇൻ ഫ്രണ്ട് ഓഫ് യു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എപ്പോഴപ്പെട്ടവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഇതിലൂടെയുള്ള നന്മ നിന്റെ മക്കൾ കാട്ടിക്കൊടുക്കണമേ. ഈ വചനം കാണുന്നതിലും കേൾക്കുന്നതിലും അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ എതിരാളികൾ പലതും ഉണ്ട്. ആ എതിരാളികളുടെ മധ്യത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കലാലയങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, ജയിലുകളിൽ കഴിയുന്നവർ, ഓർഫനേജുകളിൽ കഴിയുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഒഴിയോര കച്ചവടക്കാർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ടവർക്ക് ഒരുപോലെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എതിരാളികളെ ഭയന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രസ്തുതമായിട്ടുള്ള എല്ലാ എതിരുകളെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തി ആവരിച്ചാട്ട്, അത്ഭുത കൃപയാവരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.